സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഖ്യാത ചലച്ചിത്രകാരൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അപ്പോൾ ചോദ്യാർത്ഥിവ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ശ്രീ മോഹൻലാലിനെ താങ്കൾ സിനിമയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന്. അപ്പോൾ ഒരു ചിരിയോടുകൂടി ശ്രീ അടൂർ പറയുകയാണ്, അതായത് മോഹൻലാലിന് ഒരു മര്യാദരാമനായ ഒരു റൗഡിയുടെ പരിവേഷമാണ് നിരന്തരമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലൂടെ പൊതുജന മധ്യത്തിലുള്ളത്. അതുകൊണ്ടാണ് കാസ്റ്റ് ചെയ്യാത്തതെന്ന്. വീണ്ടും ചോദ്യകർത്താവ് അദ്ദേഹം നല്ല സിനിമകളും നല്ല സ്വഭാവ മഹിമയുള്ള കഥാപാത്രങ്ങളും ഒക്കെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. വീണ്ടും ചിരിയോടുകൂടി നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ആ ഒരു റൗഡിയുടെ ഇമേജാണ് പൊതുജന അല്ലെങ്കിൽ ആസ്വാദകരുടെ മനസ്സിലുള്ളതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് കാസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഒരു സാധാരണ ചലച്ചിത്ര പ്രേമി, ചലച്ചിത്ര നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുകയാണ്, ശ്രീ മമ്മൂട്ടിയെ ഉൾപ്പെടുത്തി അദ്ദേഹം ശ്രീ അടൂർ ഏതാനും സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീ മമ്മൂട്ടിയും പല ദുഷ്ടകഥാപാത്രങ്ങളെയും സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ദിലീപിനെ നായകനാക്കി പിന്നെയും എന്നൊരു സിനിമ സുകുമാരക്കുറുപ്പിൻ്റെ പഴയ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് തോന്നുന്നു ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ശ്രീ മോഹൻലാലിന് മാത്രം ഈ ഒരു പരിവേഷം ശ്രീ അടൂർ കാണുന്നതിൽ അത്ഭുതം തോന്നുന്നു. ഞാനിപ്പോൾ ഒരു മോഹൻലാലിൻ്റെ കടുത്ത ആരാധകനൊന്നുമല്ല. ശ്രീ അടൂര് നല്ല പല ചിത്രങ്ങളും മലയാള സിനിമയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്ത പല ചിത്രങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. ചലച്ചിത്രകല അഭ്യസിച്ചിട്ടുള്ള, ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള, ചലച്ചിത്രകല വഴങ്ങുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീ അടൂർ. എൻ്റെ അഭിപ്രായമില്ല. കേരളക്കരയിലെ ആസ്വാദകർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിരീക്ഷണം നമുക്ക് ചിരിക്ക് വക നൽകുന്നു. മോഹൻലാലിനെ കുറിച്ചുള്ള ഈ ഒരു നിരീക്ഷണം. ശ്രീ അരവിന്ദൻ, വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജി അരവിന്ദൻ തൻ്റെ അവസാന ചിത്രത്തിൽ വാസ്തുഹാര എന്ന ചിത്രത്തിൽ ശ്രീ മോഹൻലാലിന് നല്ലൊരു വേഷം അദ്ദേഹം കൊടുക്കുകയും ആ ചിത്രം പ്രേക്ഷക ശ്രദ്ധയും നിരൂപക ശ്രദ്ധയും ഒക്കെ പിടിച്ചു പറ്റുകയുണ്ടായി. ഇപ്പോൾ ഒരു സംവിധായകനൊരു നിങ്ങൾക്കും എനിക്കും അറിയാം, ഇപ്പോൾ ഏത് ഇമേജുള്ള പൊതുജന മധ്യത്തിൽ ഒരു നടൻ്റെ ഇമേജ് തൻ്റെ നിരന്തരം ചെയ്യുന്ന ചില കഥാപാത്രങ്ങളിലൂടെ ചിലപ്പോൾ ഒരു ഇമേജ് പൊതുജന മധ്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാവാം. എങ്കിൽ പോലും നല്ലൊരു ചലച്ചിത്രകാരന് ഒരു നടനെ പാകപ്പെടുത്തി തൻ്റെ കഥാപാത്രത്തിന് ഉപയോഗിക്കാമെന്നുള്ള വസ്തുത സാധാരണ ആസ്വാദകന് പോലും അറിയുന്നതാണ്. ഇപ്പോൾ ശ്രീ ബാലൻ കെ നായർ പോലും ക്രൂരവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ശ്രീ ബാലൻ കെ നായർ പോലും ഓപ്പോൾ എന്ന ചിത്രത്തിൽ ശ്രീ കെ എസ് സേതുമാധവൻ്റെ നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുകയും അതിൽ തന്നെ ഭരത് അവാർഡ് അദ്ദേഹത്തിന് ആ ചിത്രത്തിലാണെന്ന് തോന്നുന്നു, ആയിരിക്കാം, അതിൽ തന്നെ ഭരത് അവാർഡ് നേടുകയും ചെയ്തു. അപ്പോൾ ഒരു ഇമേജ് ആൾറെഡി ഒരു നടന് കിട്ടിയിട്ടുള്ള ഒരു ഇമേജ് വെച്ച് ഒരു നടനെ മുൻവിധിയോടുകൂടെ കാണുന്ന ഈ ഒരു ശ്രീ അടൂരിൻ്റെ അഭിപ്രായം ഒരു സാധാരണ ചലച്ചിത്ര പ്രേമി ചിരിച്ചു തള്ളുകയുള്ളൂ. പ്രേക്ഷകരുടെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.